നമുക്ക് വന്നിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു, ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഈ AI വന്ന ഈ കാലഘട്ടത്തിൽ ജോബ് വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ചോദ്യത്തിനെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. ആദ്യം ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, മറ്റത് AI വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആദ്യം ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതോ മാത്രമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്, ആ ഒരു ലോകം എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റർ മേക്കിംഗ്, അതിൽ വരുന്നതാണ് ബ്രാൻഡ് ക്രിയേഷൻ, അതിൽ വരുന്നതാണ് ഒരു കമ്പനിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വരുന്നതാണ്, മോഷൻ പിക്ചേഴ്സ്, UI UX തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെഗ്മെൻറ്റ്സ് എന്തിനുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ്ങിനുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഫീൽഡാണ് നമ്മുടേത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ആ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അതിനുശേഷം അതിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോബ് വേക്കൻസി അല്ലെങ്കിൽ നമ്മുടെ കരിയർ നമ്മൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് ആദ്യം ആര് വേണം, വെബ് ഡെവലപ്പർ വേണം. ഈ വെബ് ഡെവലപ്പറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ് ഡിസൈനറും കൂടി വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിസൈനർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഫീൽഡും. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് ഡിസൈനിങ് തന്നെയാണ്. അതായത് നമ്മുടെ ഉള്ളിലൊരു ഡിസൈനർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എവിടേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു ഫീൽഡാണ്. അതിന് ഒരുപാട് ഏരിയാസ് ഉണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റ്, അതായത് AI ഒരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം മെയിൻലി എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഏത് ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു AI സപ്പോർട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടാവും. ഒരു ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫയർഫ്ലൈ എന്ന് പറയുന്ന ഒരു AI സംവിധാനം അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം, അതായത് നമ്മളൊരു ടൂളായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ വർക്കിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാണാൻ പറ്റും. അങ്ങനെ അത് വൈസായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓരോ ടൂൾസും നമ്മൾ ഏതൊക്കെ തരത്തിൽ യൂസ് ചെയ്യണം, നമ്മുടെ വർക്കിൽ എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നമ്മുടെ വർക്കിനെ എങ്ങനെയൊക്കെ കുറച്ചും കൂടി ഈസി ആക്കണം എന്നൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അതിനെ നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. അങ്ങനെ യൂസ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ കൂടുകയും ഏതൊക്കെ തരത്തിലുള്ള AI സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടൂൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ വർക്കിലേക്ക് അസംബിൾ ചെയ്യുകയും നല്ലൊരു ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, ഒരു സ്റ്റാൻഡ് ഉണ്ടാവും. മീൻസ് നമുക്ക് അവിടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം. അത് ഡിസൈനേഴ്സ് പൊതുവെ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് മനോഹരം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുള്ള ഫിലിം. അതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കാലത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര വലിയ സ്കിൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കൂടെ നമ്മൾ പുറകോട്ട് പോകുമെന്നുള്ളതാണ്. അതിൽ ശ്രീനിവാസന് ഒരു സമയത്ത് ബ്രഷുകളൊക്കെ യൂസ് ചെയ്ത് നമ്മളൊരു ട്രഡീഷണൽ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് പെയിൻറ്റിങ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പിന്നീട് പുള്ളിക്കാരൻ വലിയൊരു കമ്പനിയിലേക്ക് ഹയർ ചെയ്യപ്പെടുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഫിസിക്കൽ ബ്രഷ് യൂസ് ചെയ്തിരുന്നത് എങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തു, ഡിജിറ്റൽ ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇല്ലുസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരുടെ ഡിസൈൻസ് അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരനൊരു ഡെവലപ്മെൻറ്റ് വന്നു, പുള്ളിക്കാരനൊരു ഐഡൻറ്റിറ്റി വന്നു എന്നുള്ളതാണ്.
അപ്പം നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള അപ്ഡേഷൻസ് വരുന്നോ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുകയും അതിലൂടെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.